ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഞായറാഴ്ച പകൽക്കാലം കൂടി നമ്മൾക്കേവർക്കും കർത്തൃസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി മെൽബൺ സഭയുടെ ഈ സൺഡേ ആരാധനയിലേക്ക് സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതിനായി നമ്മുടെ ലീഡ് പാസ്റ്റർ A.T. ജോസഫ് അവരുകളെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയുടെ കൊയർ മുന്നോട്ട് കടന്നു വന്ന് ചില ഗാനങ്ങളിൽ കൂടി നമ്മളെ ആരാധനയിലേക്ക് നയിക്കുന്നതായിരിക്കും. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവർക്കും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം ഇവിടെ ആരംഭിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ ശിരസ്സുകളെ വണക്കാം. അത്യുന്നതനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ സ്വർഗസ്ഥ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മാധ്യമത്തിലൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാനൊക്കെ ദൈവം തരുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, പല സ്ഥാനങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ ഈ സാഹചര്യത്തിൽ കഴിയാത്തവർക്ക് കർത്താവെ, പിന്നീടുള്ള സമയങ്ങളിൽ ഇത് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നതിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ സഹോദരങ്ങളെയും, വിദ്യാർത്ഥികളെയും, പിഞ്ചുകുഞ്ഞുങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് പകൽ ഈ ആരാധനയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ ദൈവം അഭിഷേകം ചെയ്യുമാറാകണമേ. ലീഡ് ചെയ്യുന്ന ദൈവദാസനെ ബലപ്പെടുത്തണമേ. നല്ല ആലോചന ഞങ്ങളെ കേൾപ്പിക്കണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരന്മാർക്കായിട്ട് സ്തോത്രം. അത് കൊയർ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവനായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും സ്വർഗത്തിൽ ദൈവം ആശീർവദിക്കണം. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, പ്രത്യാശ പ്രാപിപ്പാൻ ഇടയാക്കണമേ. മഹത്വത്തിനായി സകലവും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം,
ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു. എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വീടാ. എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വീടാ.
മാതാപിതാക്കന്മാരെന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപുതിങ്ങിടുന്നു യേശുവുണ്ടെനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപുതിങ്ങിടുന്നു യേശുവുണ്ടെനിക്ക്. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്രയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ
നല്ല ഗാനങ്ങളെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കൊയറിനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. തുടർന്ന് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി സഹോദരിമാരുടെ ഇടയിൽ നിന്ന് സിസ്റ്റർ ദീപ്തിയും സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് സണ്ണിച്ചായനും മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം സങ്കീർത്തനത്തിൽ നിന്ന് ബ്രദർ ബെൻസൺ KS നമ്മളോട് ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Let's bow our head and pray. Thank you, Lord. Thank you, Jesus. Hallelujah. We thank you, Father, for giving us this opportunity to sit in your presence and to worship you, Father. Thank you for giving us this platform to all come together. Hallelujah. And to pray, Father. Into your hands we give today, Lord. Hallelujah. Bless our sermon, bless our worship, bless the songs we're going to sing, Father. Help us to all join in. Hallelujah. And to hear your words, Father, and to accept them and use them practically in our life, Father. Open our hearts, Father. Help us to understand the meaning of your words, Father. Into your hands we give everything, my Lord. Hallelujah. Bless our leaders, bless our pastor, bless each family that's in our church, Father. Everyone has various requests and needs, Father. Before, Lord, hallelujah, before a word leaves our mouth, Lord, you know what it is, Father, and you grant us our request, Father. Into your hands we give all our requests. Thank you for being everything we need, Father. Hallelujah. We'll give all our family and friends, Father, who are scattered all around the world into your hands, Lord. Keep them all safe and sound, Father. Give us your peace and understanding, Lord. Give us your healing and your health, Father. Into your hands we give everything, Father. In this current situation, Lord, with COVID-19, when the whole world is suffering, Father, thank you for keeping us all safe. And Father, hallelujah, we pray for this current situation, Father. Bless our leaders. Bless all the nations, Father. Lord, bless this world, Father. Into your hands we give everything, Father. Nothing is impossible for you, my King. Into your hands we give today. Hallelujah. Bless this worship session, Father. Everything is submitted in the mighty name of the Lord. Amen. നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഈ ആഴ്ചയുടെ 1-ാം ദിവസത്തെ പ്രഭാതത്തിനായ സ്തോത്രം. കർത്താവേ, സ്തോത്രം. നിന്റെ മക്കളായ അടികൾക്ക് കർത്താവേ, ആദിപിതാക്കന്മാർ സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിച്ച പ്രകാരം അങ്ങേ അടികൾക്ക് ആരാധിപ്പാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് സാവകാശനായ സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ നാളുകൾ അടികളെല്ലാം ആയിരുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് കാസൂരിച്ചവർക്കായി സ്തോത്രം. കർത്താവേ, ആപത്ത്, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം പിടിവെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജയോത്സവമായി നടത്തിയവർക്കായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ആരാധന ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന അടികളുടെ ജീവിതത്തിൽ നൽകാനായി സ്തോത്രം. കർത്താവേ, അടികൾ പലയിടങ്ങളിലായിരുന്നു. കർത്താവേ, സ്തോത്രം അങ്ങ് ആരാധിപ്പാൻ അടികൾ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, നല്ല പാട്ടുകൾ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. കർത്താവേ, സ്തോത്രം. കർത്താവേ, നല്ല സംഗീതത്തിനോട് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഗീതത്തിലൂടെ സൂക്ഷിച്ച് ഞങ്ങളുടെ ദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ആവശ്യമായ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊയറിനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. കർത്താവേ, നല്ല പാട്ടുകൾ പാടുവാൻ കർത്താവേ, സ്തോത്രം. അവിടെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പദത്തിലൂടെ സംസാരിക്കുന്ന ഞങ്ങളുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അടുത്ത ആഴ്ചക്കാരുടെ ജീവൻ ആവശ്യമായ കൃപ ലഭിക്കാൻ നിൽക്കണം. കർത്താവേ, അവിടുത്തെ മന്നയുടെ കുളമ്പിൽ തരുവാൻ ഞങ്ങളുടെ ദാസനോട് ബലപ്പെടുത്തണമേ, കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ആരാധനയോട് മുറ്റുമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവേ, ഈ കോവിഡ്-19 കർത്താവേ, സ്തോത്രം. അനേകർ ഭാരപ്പെടുന്നു. കർത്താവേ, ഇതിന് കോവിഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിന് കർത്താവ് ഒരു ശമനം അവിടെ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മറ്റുള്ളവരെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടികളുടെ കൂടുതൽ ആർക്കും കർത്താവേ ഈ ബാധ കൂടുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. കർത്താവേ, കൂടുതൽ ശാരീരമായി ബലഹീനരായിരിക്കുന്ന സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തക്ക സമയത്ത് വിടുതലായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളായ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ അവരെ എല്ലാ കരങ്ങളിലും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്നു ഇതിൽ പങ്കെടുക്കുവാൻ കഴിയാതെ കർത്താവേ, ഹല്ലേലൂയ, ജോലിയിലും മറ്റു പലയിടങ്ങളിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അയക്കുന്ന സ്ഥാനത്ത് കുടുംബമായവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രയും പേർക്ക് കടന്നു വന്ന് കർത്താവേ ഒന്നിച്ച് കർത്താവേ അങ്ങ് ആരാധിപ്പാനും സൃഷ്ടിപ്പാനും കർത്താവേ അവിടുന്ന് മുഖാന്തരങ്ങൾ അവസരങ്ങൾ ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടുകൂടി കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, അങ്ങ് ആരാധിപ്പാൻ കർത്താവേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം.
കർത്താവെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി കർത്താവെ അങ്ങേ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവെ സ്തോത്രം നിരയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രങ്ങളും മറ്റുമായി ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ ആരാധന ആദ്യോടെ അവിടുന്ന് തന്നെ ഭരിച്ചു നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ എല്ലാം കണ്ട് നാമഹൂതനായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം 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 കർത്താവെ സ്തോത്രം. എല്ലാ മടികൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബനേസർ ക്രിസ്ത്യൻ സഭയിലുള്ള നിങ്ങളോടൊപ്പം ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 1-ാം സങ്കീർത്തനമാണ്, സാംസ് 1. നമുക്ക് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതർ പോലെ എത്രയും. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആവുന്നു. ഇത് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും കാണാതെ പഠിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെന്ന് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സങ്കീർത്തന ഭാവത്തിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും എൻ്റെ മുന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ നിന്ന് മൊത്തമായി ചിന്തിക്കുവാനല്ല, ഇതിൽ നിന്ന് മറിച്ച് ഇതിൽ നിന്ന് 1-2 വാക്യം, സ്പെസിഫിക്കലി 2-ാമത്തെ വാക്യം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇതിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. 2-ാമത്തെ കാര്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഭാഗ്യവാനാണ് എന്ന് ദൈവവചനം പറയുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, ഈ 3 കാര്യങ്ങൾ ചെയ്യരുത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും വേണം, അത് രാപ്പകൽ ധ്യാനിക്കുകയും വേണം. ഇങ്ങനെയുള്ള വ്യക്തി ഭാഗ്യവാനാണെന്നാണ് ദൈവവചനം പറയുന്നത്. ഇതിൽ ഭാഗ്യവാൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലെസ്സഡ് എന്നാണ്. ബ്ലെസ്സഡ് അല്ലെ ബ്ലെസ്സഡ്നെസ്. ഇനി മലയാളത്തിലെ ആ വാക്കിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഭാഗ്യവാൻ, ഭാഗ്യവാൻ അല്ലെങ്കിൽ ധനികൻ, ധനവാൻ അല്ലെങ്കിൽ ആരോഗ്യവാൻ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഒരു റിലേറ്റീവ് ടേമാണ്. ഇപ്പം നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ അർത്ഥം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ മറ്റു പലരെക്കാളും ധനികനാണ്, പക്ഷേ അതേസമയം ഞാൻ മറ്റു പലരെക്കാളും ദരിദ്രനുമാണ്. ഞാൻ ആരുമായി കമ്പയർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഇരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നീ ഭാഗ്യവാനാണ്. അതൊരു കൊച്ചുകുട്ടിയാകാം, യൗവനക്കാരനാകാം, പ്രായമുള്ള വ്യക്തിയാകാം, സമൂഹത്തിലെ ഏത് കിടയിലുള്ള വ്യക്തിയുമാകട്ടെ. പക്ഷെ നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നീ ഭാഗ്യവാനാണെന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്ക് ഇനി ഇതിൽ തന്നെ 2-ാമത്തെ വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക, അത് തുടർച്ചയായി ചെയ്യുക. ഇത് ജീവിതം അവസാനം വരെ ഈ ഒരു കാര്യം ചെയ്യുക, അത് ഇച്ചിരി ദുഷ്കരമായൊരു കാര്യമാണെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ മനുഷ്യ മനസ്സിന് ഒരു ചിന്ത ഒത്തിരി നാളുകൾ തുടർന്ന് കൊണ്ടുപോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ വ്യക്തി ഞാൻ സംസാരിക്കുമ്പം പറഞ്ഞത് എൻ്റെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് 4-wheel ഡ്രൈവിങ്ങിലാണ്. പുള്ളിയുടെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നൊരു സമയം. അദ്ദേഹം തന്നെ പറയുണ്ടായി, 2 വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ താല്പര്യം ലാൻഡ്സ്കേപ്പിങ്ങിലായിരുന്നു. അതിലും ചില വർഷങ്ങൾ മുന്നേ ബോഡി ബിൽഡിങ്ങിലായിരുന്നു. അപ്പം ചില വർഷങ്ങൾ കഴിയുമ്പോൾ ആളിൻ്റെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ചില സന്തോഷങ്ങൾ, ചില താല്പര്യങ്ങൾ ചില നിമിഷങ്ങൾ മാത്രം അല്ലെ ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കും, ചിലത് മാസങ്ങൾ നീണ്ടു നിൽക്കും, ചില വർഷങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ഈ തണുപ്പുള്ള സമയത്ത്, തണുപ്പ് മഴയുള്ള ദിവസം ഒരു നല്ല വെയിലൊക്കെ ഉള്ള ഒരു
ദിവസം കിട്ടിയാൽ ആ ഒരു സന്തോഷമൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷെ അത് 1-2 ദിവസമേ കാണും. ഒരു നല്ലൊരു വണ്ടി, നമ്മുടെ ഒരു ഡ്രീം, ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വീട്, അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മാസങ്ങൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ ചിലപ്പോൾ സന്തോഷം തോന്നും. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ സന്തോഷം നിലനിർത്തുക ഇച്ചിരി ശ്രമകരമായ ഒരു കാര്യമാണ്. ഇതിൽ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പം ഇത് ശ്രമകരമാണെങ്കിൽ നമുക്ക് പല കാര്യത്തിലും ഇൻട്രസ്റ്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകാം. നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയ തന്നെ നോക്കിയാൽ പല വാർത്തകൾ നമ്മുടെ ഫ്രണ്ടിൽ വരും. ചിലത് കൊറോണ റിലേറ്റഡ് ആയിരിക്കാം, ചിലത് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കാം, എന്ത് തന്നെ ആകട്ടെ. പക്ഷെ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവവചനത്തിൽ സന്തോഷിക്കുവാൻ, ദൈവവചനത്തിൽ രാപ്പകൽ ധ്യാനിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ഭാഗ്യമുള്ളവരാണ് എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. ഈ രാപ്പകൽ ധ്യാനിക്കുക, ഇത് മനുഷ്യരായ നമ്മളെ കൊണ്ട് പോസിബിൾ ആണോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവവചനം മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ? അല്ല. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി എന്ത് തന്നെ ചെയ്താലും താൻ വായിക്കുന്ന കാര്യങ്ങൾ അല്ലെ പഠിക്കുന്ന ധ്യാനിക്കുന്ന കാര്യങ്ങൾ അത് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മൾ ദൈവവചനം നമുക്ക് വായിക്കാം, പഠിക്കാം, പക്ഷെ അത് ധ്യാനിച്ച് പ്രവൃത്തി പദത്തിൽ വരുത്തുമ്പോൾ, നമ്മുടെ മനസ്സിൽ ക്രിയ ചെയ്യുമ്പോൾ, മനസ്സിൽ സ്ഥിരമായി ഇരിക്കുമ്പോഴാണ് അതിന് ശരിയായ അർത്ഥമുണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിന് വലിയ അർത്ഥങ്ങളില്ല. അപ്പം ഞാനൊരു ഉദാഹരണം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവരുടെ ഉറക്കത്തിലും ഊണിലും എല്ലാം ആ ഒരു ചിന്തയേ ഉള്ളൂ, അവരുടെ ജീവിതം തന്നെ അതിനെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. പണ്ട് ഒരിക്കൽ ഐസക് ന്യൂട്ടൻ താൻ ഒരു ആപ്പിൾ മരത്തിന്റെ കീഴിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആപ്പിൾ തലയിൽ വീഴുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ശാസ്ത്ര ചിന്തകൾ പെട്ടെന്ന് കയറി വന്നിട്ട് താൻ ഒരു കാര്യം കണ്ടുപിടിച്ചതായി നമുക്കറിയാം, ഗ്രാവിറ്റിയെ കുറിച്ച്. അതുപോലെ മറ്റൊരു വ്യക്തി, അദ്ദേഹം കുളിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ആർക്കമിഡീസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരിക്കൽ കുളിക്കുവാൻ ബാത്ടബിലേക്ക് കയറിയപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകി വന്നപ്പോൾ അദ്ദേഹത്തിന് ചില ശാസ്ത്ര ചിന്തകൾ തലയിൽ മനസ്സിലാവുകയും അദ്ദേഹം യുറേക്ക എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയെന്നുമാണ് നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. അപ്പോൾ ഈ വ്യക്തികളൊക്കെ പല കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ ആ ശാസ്ത്ര ചിന്തകൾ അല്ലെങ്കിൽ സാഹചര്യത്തിന് അതീതമായി പെട്ടെന്ന് കയറി വന്ന് അതവരെ ഓവർ പവർ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ വിശ്വാസികളായ നാം, ദൈവമക്കളായ നാം ഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നാം പഠിക്കുന്ന ദൈവവചനം അത് നമ്മുടെ മനസ്സിലിരുന്നിട്ട് അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് രാപ്പകൽ നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ, നമ്മളത് വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മളത് സന്തോഷിച്ച് നമ്മളെ ആ ദൈവവചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ നാം അലവ് ചെയ്യുന്നുവെങ്കിൽ നാം തീർച്ചയായും ഭാഗ്യമുള്ളവരാണെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ ഈ സയൻസ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന കാലത്തും തീർച്ചയായും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദൈവവചനം മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിച്ചായാലും മനുഷ്യന്റെ സമൂഹത്തിലെ ഇന്ററാക്ഷൻസിനെ സംബന്ധിച്ചായാലും അല്ല, ലോകത്തിന്റെ അവസാനത്തെ സംബന്ധിച്ചായാലും ചില സത്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. മനുഷ്യ ജീവിതം വളരെ ശരീരമാണെന്നും കഷ്ടതകൾ നിറഞ്ഞതാണെന്നും ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ അവസാനം എന്ത് സംഭവിക്കും, ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും, മനുഷ്യജാതിക്ക്, മനുഷ്യകുലത്തിന് എന്ത് സംഭവിക്കുന്ന ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. ഇങ്ങനെ പല സത്യങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു പക്വമായ ഒരു ഔട്ട്ലുക്ക് ലഭിക്കുവാൻ നമുക്ക് ഇടയാവും. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പം ഇത് കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പ്രത്യാശയുള്ളവരായി തീരുവാൻ ദൈവമക്കളെ ദൈവവചനം സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ, ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ, അത് രാപ്പകൽ ധ്യാനിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അത് നമ്മൾക്കത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, നാം ഭാഗ്യവാന്മാരെ തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ബെൻസൻ ചായനെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം
ഉപയോഗിച്ച കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവം വരും ദിവസങ്ങളിലും അധികം ശക്തിയോടെ തൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനത്തിൽ നിന്ന് കേട്ടത് പ്രകാരം നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, അതിന്മേൽ ധ്യാനിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ, വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ എന്തെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കേട്ട വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്ഥമാക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ബ്രദർ അലക്സ് മാത്യു അവരുകളെ ടീമിനെ മുന്നോട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. നമുക്ക് നമ്മുടെ ചർച്ചിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഒരു ഗാനം പാടുവാൻ ദൈവത്തിൻ്റെ ഭൃത്യനെയും തൻ്റെ ടീമിനെയും ദൈവം സഹായിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ വർഷങ്ങളായി ക്രിസ്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ടീമിനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. മുന്നോട്ട് ആ ഗാനത്തെ ആലപിക്കുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു അലക്സ് മാത്യു. അതുപോലെ തന്നെ കീബോർഡിൽ സാംസൺ തോമസ് ആൻഡ് ഗിറ്റാറിൽ ജോൺസൺ മാത്യു ടീമിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
യേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ശ്രമിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അലക്സാനും ടീമിനോടുമുള്ള പ്രത്യേക നന്ദിയെ ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിലും കർത്താവ് തൻ്റെ ഭൃത്യനെ അധികം ശക്തിയോടെ എടുത്തുപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മെയിൻ മെസ്സേജിലേക്ക് കടക്കുവാനുള്ള സമയമാണിത്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ഡാനിയൽ വില്യംസ് അവരുകളാണ്. താൻ അബുദാബി മസീഹി സംഗീത് ചർച്ചിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. കർത്താവിൻ്റെ ദാസൻ എൻ്റെ മെസ്സേജ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യനായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ പ്രഭാതവന്ദനം. മെൽബൺ എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയിലുള്ള ദൈവമക്കൾക്കും ദൈവദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. എളിവനാകുന്ന എന്നെ ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യനാക്കിയ കർത്താവിന് സർവ്വ മാനവും മഹത്വവും അർപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ളൊരു അവസരം എനിക്കൊരുക്കിയ സഭയിലെ ചുമതലക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനവും നന്ദിയും പറഞ്ഞുകൊണ്ട് ദൈവ വചനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊരുമിച്ച് ഇന്ന് പകലിൽ കർത്താവ് നൽകുന്ന ഈ വിലപ്പെട്ട അവസരം നമ്മുടെ എല്ലാവരുടെയും ആത്മീക ജീവിതത്തിനും ആത്മീക അഭിവൃദ്ധിക്കും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകലിൽ ഞാൻ വായിക്കുന്നത്. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം, 22ഉം 23ഉം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. യേശു കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തിന് അനുബന്ധമായി സംഭവിക്കുന്ന, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ തന്നെ ഏറ്റവും പോപ്പുലറായ ഒരു അത്ഭുതം, 5 അപ്പം കൊണ്ട് 5000 പേരെ, 5000 പുരുഷന്മാർ എന്നാണ് നമ്മൾ വായിക്കുന്നത്. 5000 പുരുഷന്മാർക്ക് ഒരു 5000 സ്ത്രീകളെയും കുറേ കുട്ടികളെയൊക്കെ കൂട്ടിയാൽ ഒരു പക്ഷേ ഒരു 10-20,000 ആളുകൾ കൂടുന്ന ഒരു മഹാപുരുഷാരത്തിന് യേശു കർത്താവ് തൻ്റെ ഒരു യോഗാനന്തരം ഭക്ഷണം കൊടുക്കുന്നു. 5 അപ്പം കൊണ്ട് 10,000 ആളുകളെ കർത്താവ് പോഷിപ്പിക്കുന്നു. ഈ സംഭവത്തിന് അനന്തരമായി സംഭവിച്ച ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. യേശു കർത്താവ് 1000 ആളുകളെ പോഷിപ്പിക്കുന്നു. യേശു കർത്താവ് ഭക്ഷണം കൊടുത്തതിനനന്തരം ആളുകളുടെ റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, അവർ യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. സഹോദരങ്ങളെ, യേശു ഇതിനു മുൻപ് എത്രയോ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ണ് കാണാൻ വയ്യാത്തവരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, പോരാ മരിച്ചവരെ ഉയർപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഈ മനുഷ്യർക്കാർക്കും യേശുവിനെ രാജാവാക്കണം എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ചരിത്രത്തിലാദ്യമായി യേശുവിൻ്റെ ഒരു യോഗത്തിന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറയുക, ഇവനെ രാജാവാക്കണം, ഇവനെ നമുക്ക് രാജാവാക്കാം, രാജാവാക്കാൻ കൊള്ളാവുന്നവനാണ്. സഹോദരങ്ങളെ, മനുഷ്യർ ആരെയാണ് രാജാവാക്കുക? അപ്പം കൊടുക്കുന്നവനെ, ഭക്ഷണം കൊടുക്കുന്നവനെയാണ് രാജാവാക്കുന്നത്. അത് മനുഷ്യരുടെ ഒരു പ്രിൻസിപ്പിളാണ്.
നമ്മുടെ ഭരണാധികാരികൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഭരണാധികാരികൾ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ അവരേറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൃത്യമായി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത എല്ലാ ഭരണാധികാരികൾക്കും അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജയലളിത എന്ന വനിത ദീർഘവർഷങ്ങൾ അവിടെ ഭരിച്ചു. അവരേറ്റവും പോപ്പുലറായി ആ നാട്ടിൽ ഭരിക്കാൻ ഇടയായ ഒരു കാരണം 1 രൂപയ്ക്ക് ആളുകൾക്ക് അരി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 1 രൂപയ്ക്ക് അരി കൊടുത്ത ആ വനിതയെ, മുഖ്യമന്ത്രിയെ, അവരമ്മേ എന്ന് വിളിച്ചു. അതുപോലെ ഡൽഹി ഭരിച്ച മറ്റൊരു സഹോദരിയെക്കുറിച്ച് നമുക്കറിയാം, സുഷമ സ്വരാജ്. അവർ രണ്ടുപേരും ഇന്ന് ഭൂമിയിലില്ല. സുഷമ സ്വരാജ് ഇലക്ഷനോടടുത്ത സമയത്ത് നമുക്കറിയാം വലിയ ഉള്ളിക്ക് വിലക്കയറ്റം ഉണ്ടായി ഡൽഹിയിൽ. ആ ഇലക്ഷനിൽ സുഷമ സ്വരാജ് തോറ്റു. ഇലക്ഷൻ തോറ്റ് പ്രസ് ബ്രീഫിങ്ങിനായിട്ട് വരുന്ന അവർ ഒരു ചിത്രം മലയാള മനോരമയിൽ വന്നത് ഞാൻ ഓർക്കുന്നു. അതിനുള്ള ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: സുഷമ കരഞ്ഞു ഉള്ളിയില്ലാതെ. ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് രാജാവാകാനുള്ള ഒരു എളുപ്പ വഴിയാണ്. സ്വരങ്ങളെ, യേശു കർത്താവ് ഇവിടെ ഭക്ഷണം കൊടുത്തത് രാജാവാകണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇപ്പോൾ യേശുവിനെ രാജാവാക്കണം. റോമാക്കാരുടെ അധീനതയിലായ ഈ മനുഷ്യർ തങ്ങളെ രക്ഷിക്കാനായി ഒരു മശിഹ വരും എന്ന് കാത്തിരിക്കുന്നവരാ. പക്ഷെ യേശു ഭക്ഷണം കൊടുത്ത ഈ ദിവസം അവർ ഉറപ്പിച്ചു, ഇവനാണ് നമ്മുടെ രാജാവ്, ഇവനെ നമുക്ക് രാജാവാക്കണം. സഹോദരങ്ങളെ, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം, അവരേറ്റവും ആഗ്രഹിച്ചിരുന്ന, അവരേറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു സന്ദർഭമായത്. യേശുവിൻ്റെ ശിഷ്യന്മാര് ദൈവരാജ്യം പ്രസംഗിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ യേശു രാജാവാകും. യേശുവിനോടൊപ്പം ഇരിക്കുമ്പോൾ അവരിടയ്ക്കിടയ്ക്ക് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, യേശു കർത്താവേ, നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത് ഇപ്പോഴാണോ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം കർത്താവ് നടക്കുമ്പോൾ അതിലൊരാൾ കർത്താവിനോട്, കർത്താവാണെന്ന് അറിഞ്ഞിട്ടല്ല എങ്കിലും പറഞ്ഞു, അവൻ ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, അവൻ ഇസ്രായേലിന്റെ രാജാവാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം ഒലിവുമലയിലിരിക്കുമ്പോഴും ശിഷ്യന്മാർക്ക് ചോദിക്കാനുള്ളത്, നീ ഇപ്പോഴാണോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? യേശു രാജാവാകണം എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ആഗ്രഹം. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ താലോലിച്ചിരുന്ന ഒരു മോഹമായിരുന്നത് യേശുവിനെ രാജാവായിട്ട് കാണണം. യേശു രാജാവായാൽ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഞങ്ങൾക്കൊക്കെ സാമാന്യം തരക്കേടില്ലാത്ത ഔദ്യോഗിക പദവികളൊക്കെ കിട്ടും. ഞങ്ങളെയും ആളുകൾ ബഹുമാനിക്കാൻ തുടങ്ങും, ഞങ്ങളെയും ആളുകൾ പരിഗണിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു ദിവസത്തിനു വേണ്ടിയുള്ള വാഞ്ചയോടെ, താല്പര്യത്തോടെ, ആവലോടെ കാത്തിരിക്കുന്നവരാ യേശുവിൻ്റെ ശിഷ്യന്മാർ. അവർ പ്രതീക്ഷിച്ച ദിവസം വന്നിരിക്കുന്നു. ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ വിളിച്ചു പറയുന്നു, യേശുവിനെ രാജാവാക്കണം. ശിഷ്യന്മാർ വളരെ ഹാപ്പിയായി. ദിസ് ഈസ് വാട്ട് വി വർ വെയിറ്റിംഗ് ഫോർ. പക്ഷെ നമ്മളവിടെ വായിച്ചു, യേശു കർത്താവ് അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. സ്വരങ്ങളെ, യേശു കർത്താവ് ഭൂമി വന്നത് ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിച്ച്, ഐഹികമായ ഒരു രാജ്യം സ്ഥാപിച്ച് ഭൂമിയിൽ വാഴാൻ വേണ്ടിയല്ല. അതിനേക്കാൾ ഉന്നതമായ, അതിനേക്കാൾ ശ്രേഷ്ഠമായ,
അതിനേക്കാൾ മാന്യമായ ഒരു പദ്ധതിയുമായി, ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി ലോകത്തിൽ വന്നവനാണ് യേശു കർത്താവ്. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ തരാൻ വേണ്ടി വന്നതാ, മരിക്കാൻ തയ്യാറായി വന്നതാ. യേശു കർത്താവിൻ്റെ മനസ്സിലെപ്പോഴും ആ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. കുരിശാണ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത. പക്ഷെ അതിനിടയിൽ ഇതാ ഒരു ഓഫർ, രാജാവാകാനുള്ള ഓഫർ. പക്ഷെ യേശു കർത്താവ് വളരെ കൃത്യമായി മനസ്സിലുറപ്പിച്ചു, അല്ല, ഇതല്ല എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, ഇതല്ല എന്നെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ഇതിന് ഞാൻ നിന്നു കൊടുക്കുന്ന പ്രശ്നമില്ല. എൻ്റെ ശിഷ്യന്മാരുടെ ആഗ്രഹം ഇപ്പോൾ പുരുഷാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും, എൻ്റെ ശിഷ്യന്മാരുടെ ആഗ്രഹം പുരുഷാരത്തിൻ്റെ ഇഷ്ടം പോലെ ഞാൻ രാജാവാകുന്നതാകണമെങ്കിലും അവരെ ഇവിടെ നിർത്തിക്കൂടാ, പറഞ്ഞു വിട്ടേ മതിയാകും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വളരെ താഴ്മയോടെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വളരെ ഉന്നതമായ, വളരെ അനുഗ്രഹീതമായ പദ്ധതികളുണ്ട്. ഞാനും നിങ്ങളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ, എത്രയോ വലുതായ, എത്രയോ അനുഗ്രഹീതമായ പദ്ധതിയാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുള്ളത്. മറ്റാരുടെയും മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത ഉന്നതമായ പദ്ധതി. പക്ഷേ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്, ഞാനും നിങ്ങളും ദൈവഹിതപ്രകാരമുള്ള ഉയർച്ച പ്രാപിക്കുന്നത് ഇഷ്ടമല്ലാത്ത പിശാച് എൻ്റെയും നിങ്ങളുടെയും മുൻപാകെ പല വിധത്തിലുള്ള ഇത്തരം ഓഫറുകളുമായിട്ട് വരും. അധികാരത്തിനുള്ള ഓഫർ, പൊസിഷൻസിന് വേണ്ടിയുള്ള ഓഫർ, പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഓഫർ. പലപ്പോഴും ഈ ഓഫറുകൾ വരുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിച്ച് അത് ഏറ്റുവാങ്ങിയിട്ട് തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യവും പറയുന്നവരാണ് നമ്മൾ. സഹോദരങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഉന്നതമായ പദ്ധതികൾ തെറ്റിച്ച് കളയുവാൻ പിശാച് നോക്കുന്ന പദ്ധതികളെ തിരിച്ചറിയാൻ ഇന്ന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനത് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു ബൈബിൾ കഥാപാത്രം അബ്രഹാമാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട് മെസപ്പൊത്യോമയിൽ നിന്ന് യാത്ര പുറപ്പെട്ട അബ്രഹാം തന്നോടൊപ്പം തൻ്റെ സഹോദരപുത്രനായ ലോത്തും പോന്നിരുന്നു. പക്ഷെ ഇടക്കാലം കൊണ്ട് ലോത്ത് സോതോമിലേക്ക് താമസം മാറ്റി. അവർ തമ്മിൽ വഴി പിരിഞ്ഞു. സോതോമിൽ പാർത്തിരുന്ന ലോത്തിൻ്റെ കുടുംബത്തെ, സോതോമിലുള്ള ആളുകളെ എല്ലാം അടിമകളായി, തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി മറ്റു ചില രാജാക്കന്മാർ. അറിഞ്ഞ അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി അവിടെ ചെല്ലുന്നു. അവരെ വിടുവിച്ച് കൊണ്ടുവരുന്നു. യുദ്ധത്തിൻ്റെ നിയമപ്രകാരം വിടുവിക്കപ്പെട്ട എല്ലാ ആളുകളും അബ്രഹാമിന് അവകാശപ്പെട്ടതാ. അവരുടെ സർവ്വസമ്പത്തും സ്വത്തുവകകളും അബ്രഹാമിന് അവകാശപ്പെട്ടതാ. അബ്രഹാമിന് അത് മുഴുവൻ എടുക്കാൻ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ സോദോം രാജാവ് ഒരു റിക്വസ്റ്റ് അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, നീ ആളുകളെ എനിക്ക് തരണം, സമ്പത്ത് മുഴുവൻ നീ എടുത്തോ. അതിന് അബ്രഹാം പറയുന്നൊരു മറുപടി ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലുണ്ട്. അബ്രഹാം പറയുന്നത് ഇങ്ങനെയാ: സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കാൻ ഞാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ എടുക്കയില്ല എന്ന് അബ്രഹാം പറഞ്ഞു.
സോദോം രാജാവ് തൻ്റെ മുമ്പിൽ വെച്ച ഓഫർ വളരെ നിസ്സാരമായി. അബ്രഹാം വേണ്ട എന്ന് വെച്ചു. വാസ്തവത്തിൽ അബ്രഹാം അധ്വാനിച്ച് യുദ്ധം ചെയ്ത് കൊണ്ടുവന്ന ആളുകളാ. അബ്രഹാം യുദ്ധം ചെയ്ത് കൊണ്ടുവന്ന് നേടിയ സമ്പത്താ. അതെടുത്താൽ അബ്രഹാമിനോട് ആരും ചോദിക്കുകയില്ല, അബ്രഹാം ചെയ്ത് തെറ്റാണെന്ന് ആരും പറയുകയില്ല. പക്ഷെ തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ ഉറവിടം ദൈവം മാത്രമായിരിക്കണം എന്ന് ഉറപ്പിച്ചിരുന്ന അബ്രഹാം, തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കയില്ല എന്ന് തീർത്ത് ഉറപ്പിച്ചിരുന്ന അബ്രഹാം ആ ഓഫർ വേണ്ട എന്ന് വെച്ചു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഇത് വായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിന് ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവം എൻ്റെ പ്രതിഫലമാണ് എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ കാര്യമാണ്. ദൈവം എൻ്റെ മഹത്തായ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഉന്നതമാണ്. പോരാ, ദൈവം ഇവിടെ പറയുന്നത് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല. സൂപ്പർലൈറ്റീവാ. ദൈവം അത് എപ്പോഴാ പറഞ്ഞത്? സോദോം രാജാവിൻ്റെ ഓഫർ, അതിനോട് അബ്രഹാം വളരെ കൃത്യമായി നോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, തന്നെ ധനവാനാക്കാൻ സോദോം രാജാവ് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഓഫറിനോട് കൃത്യമായി അബ്രഹാം നോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, ദൈവം അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. നമുക്കറിയാം, ഈ സംഭവത്തിനന്തരമാണ് അബ്രഹാമിന് ദൈവം ഒരു പൈതലിനെ കുറിച്ചുള്ള വാഗ്ദത്തം നൽകുന്നത്. ലോകത്തിൻ്റെ ചരിത്രം തിരുത്തിയെഴുതിയ, ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പായിരുന്നത്. ആ തീരുമാനത്തിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് അബ്രഹാമിനെ ദൈവം നയിക്കാൻ അതിനു മുൻപ് അബ്രഹാമിൻ്റെ ഒരു ത്യാഗമുണ്ടായിരുന്നു, അബ്രഹാമിൻ്റെ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു, അബ്രഹാമിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. സോദോം രാജാവ് എന്നെ ധനവാനാക്കുവാൻ ഞാൻ നിന്നു കൊടുക്കുകയില്ല. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഗ്രഹാം സ്റ്റെയിൻസിനെ അറിയാം എന്നാണ് എൻ്റെ വിചാരം. ഇന്ത്യയിൽ വന്ന് മിഷണറിയായി പ്രവർത്തിക്കുകയും ഒടുവിൽ രക്തസാക്ഷിയായി തൻ്റെ 2 മക്കളോടൊപ്പം, തിമോത്തിയോടും ഫിലിപ്പിനോടും ഒപ്പം രക്തസാക്ഷിയായ ആ ബഹുമാന്യനായ ദേവദാസൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെ: സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാനായി ഗ്രഹാം തീരുമാനിച്ചു. ആ സമയത്ത് അതറിഞ്ഞ തൻ്റെ ഒരു അങ്കിൾ തന്നെ വിളിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ വലിയ ടിമ്പർ ബിസിനസ് നടത്തുന്ന ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഗ്രഹാമിനോട് പറഞ്ഞു, മോനെ, നിനക്കറിയാം, എനിക്ക് മക്കളില്ല. എൻ്റെ ആഗ്രഹം, എൻ്റെ കാലശേഷം ഈ ബിസിനസ്സും എനിക്കുള്ള വസ്തുവകളും എല്ലാം നിന്നെ ഏൽപ്പിക്കണമെന്നുള്ളതാണ്. ഗ്രഹാം അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, രാജാതി രാജാവ് എന്നെ വിളിച്ചിരിക്കുന്ന ദൗത്യത്തെക്കാൾ വലുതല്ല ഇതൊന്നും. ആ ഓഫർ അദ്ദേഹം നിരസിച്ചു. ഓപ്പറേഷൻ മൊബിലൈസേഷനോടൊപ്പം ഇന്ത്യയിൽ വന്ന അദ്ദേഹത്തിന് ഇന്ത്യ വിട്ടു പോകാൻ തോന്നിയില്ല. ഒറീസയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ ജീവിച്ചു.
അവിടെ രക്തസാക്ഷിയായി എരിഞ്ഞു തീർന്നു. തൻ്റെ അങ്കിൾ തനിക്ക് കൊടുത്തിരുന്ന ഓഫർ അദ്ദേഹം സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും അദ്ദേഹം ജീവനോടെ കാണുമായിരുന്നു. ഓസ്ട്രേലിയയിൽ ധനാഠ്യനായി തനിക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിന് തന്നെക്കുറിച്ച് ഉന്നതമായ ശ്രേഷ്ഠമായ മറ്റൊരു പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നുകൊണ്ട് അതിൽ കുറഞ്ഞ ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പം തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ പിശാച് തന്നെ പരീക്ഷിക്കാനായി വന്ന സമയം ഭൂമിയിലെ സകല മഹത്വവും കർത്താവിനെ കാണിച്ചിട്ട് പിശാച് പറഞ്ഞു, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തന്നേക്കാം. പക്ഷെ കർത്താവ് വീണില്ല. കർത്താവ് ആ പ്രലോഭനത്തിൽ വീണില്ല. കർത്താവിനറിയാമായിരുന്നു താൻ എന്തിനാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. താനിവിടെ രാജാവാകാൻ വന്നവനല്ല. താനിവിടെ ഭരിച്ച് ആളുകളുടെ മുമ്പിൽ ആളാകാൻ വന്നയാളല്ല. അതിനേക്കാളൊക്കെ ഉന്നതമായ, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ, വളരെ യുണീക്കായിട്ടുള്ള ഒരു മിഷനും കൊണ്ട് വന്നിരിക്കാൻ ഞാൻ. കാണാതെ പോയ ആളുകളെ തിരഞ്ഞു രക്ഷിപ്പാൻ, അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ വന്നിരിക്കുക. ആ ദൗത്യത്തിൽ നിന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്ന ഒന്നിനോടും യെസ് പറയാൻ ഞാൻ തയ്യാറല്ല. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ മഹത്തരമായ പദ്ധതികളിൽ നിന്ന് തെറ്റിച്ചു കളയാൻ, നമ്മളെ മറ്റു വഴികളിലേക്ക് തിരിക്കാൻ, അതിൽ കുറഞ്ഞ എന്തിനോടൊക്കെയോ കോംപ്രമൈസ് ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പിശാചാ. പക്ഷെ പലപ്പോഴും പിശാച് നമുക്ക് തരുന്ന ആ ഓഫറുകൾ വളരെ കൺവിൻസിങ് ആയതുകൊണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട്, വളരെ എൻ്റർടൈനിങ് ആയതുകൊണ്ട്, സമൂഹത്തിൽ വളരെ അക്സെപ്റ്റബിൾ ആയതുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ ചില സമയത്തെങ്കിലും നമ്മളത് സ്വീകരിച്ചു പോവുക, നമ്മളത് ഏറ്റെടുത്ത് പോവുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണത്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിട്ടുള്ള മഹത്തരമായ പദ്ധതികളിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുവാൻ ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ പദ്ധതികളോട് യാത്ര പറയും, എന്നേക്കുമായി യാത്ര പറയാൻ, അതിനോട് നോ പറഞ്ഞുകൊണ്ടായിരിക്കാൻ കർത്താവ് ശിഷ്യന്മാരോട് ചെയ്തതുപോലെ പുരുഷാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, പുരുഷാരത്തിൽ നിന്ന് അക്കരയ്ക്ക് പോകാൻ അവൻ എന്നെ നിങ്ങളെയും ഇന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പല സമയത്തും പുരുഷാരത്തോട് ചേർന്ന് നിൽക്കുന്നതാ നമുക്കൊക്കെ ഇഷ്ടം, പുരുഷാരത്തിൻ്റെ കൂടെ ഇരിക്കുന്നതാ നമുക്കൊക്കെ ഇഷ്ടം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നത്, ഇല്ല, ഈ പുരുഷാരത്തിനിടയിൽ എൻ്റെ ദൗത്യം നിറവേറ്റപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്നില്ല. പുരുഷാരത്തിൻ്റെ നടുവിൽ 4 പേരെ അറിയുന്നവരുടെ ഇടയിൽ ആളാകുന്നവരാകാനാണ് എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും പ്രലോഭനം. നമ്മൾ കൂടുന്ന സഭയിലാകട്ടെ, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ദേശത്താകട്ടെ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ അറിയുന്നവരാകണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പുരുഷാരത്തിനിടയിൽ, ജനത്തിരക്കിനിടയിൽ നിൽക്കുന്നതാണ് നമുക്ക് സന്തോഷം. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി കീജയി വിളിക്കുന്ന, നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോടൊപ്പം നിൽക്കുന്നതാ നമുക്ക് സന്തോഷം. പക്ഷെ കർത്താവിൻ്റെ വളരെ സ്പഷ്ടമായ
വളരെ നേർത്തതായ സ്നേഹത്തോടെയുള്ള ആ നിർബന്ധം തിരിച്ചറിയാൻ നമുക്കിടയാകട്ടെ. അവനെന്നോട് നിങ്ങളോടും പറയുക അക്കരയ്ക്ക് പോകാൻ. ഈ പുരുഷാരം ദൈവഹിതം നിവർത്തിക്കുന്നവരല്ല. ഇവരോട് കൂടെ നിന്നാൽ ദൈവഹിതം വെളിപ്പെടുകയില്ല. അക്കരയ്ക്ക് പോകൂ, അക്കരയ്ക്ക് പോകൂ. ഈ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് പദ്ധതികളില്ല. ഞാൻ വളരെ വേഗത്തിൽ അടുത്ത എൻ്റെ ചിന്തയിലേക്ക് കടക്കട്ടെ. കർത്താവ് എന്താ ചെയ്തേ? നമ്മളോട് വായിക്കുന്നു മത്തായി സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പകലന്തിയോളം 10,000 കൂടിയ ഒരു ശുശ്രൂഷയുടെ നടുവിൽ, പുരുഷാരത്തിൻ്റെ നടുവിലായിരുന്നു യേശു. ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. രാജാവാക്കാനായിട്ട് തനിക്ക് വേണ്ടി കാത്തുന്ന ആളുകളെ യേശു പറഞ്ഞയച്ചു. ഇല്ല, ഞാൻ രാജാവാകുന്നില്ല എന്ന് അവരോട് കർത്താവ് പറഞ്ഞു കാണും. അവരെ കർത്താവ് പറഞ്ഞയച്ചു. ശിഷ്യന്മാരെ പടകിൽ കയറി അക്കരയ്ക്ക് പോകാൻ കർത്താവ് നിർബന്ധിച്ചയച്ചു. ഇപ്പോൾ കർത്താവ് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് കഴിഞ്ഞ നിമിഷം വരെ 10,000 ഇടയിൽ നിന്ന കർത്താവ് ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കവൻ മലമുകളിൽ കയറി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, നമുക്കറിയാം ആ യാത്രക്കിടയിൽ ശിഷ്യന്മാർക്ക് പടകിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. കാറ്റടിച്ചു, തിരമാല ഉയർന്നു. ഒടുവിൽ കർത്താവ് കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സഹോദരങ്ങളെ, എപ്പോഴാണ് കർത്താവ് വന്നേ? രാത്രിയുടെ 4-ാം യാമത്തിൽ. സന്ധ്യ വരെയുള്ള യോഗം കഴിഞ്ഞ് ജനത്തെയെല്ലാം പിരിച്ചുവിട്ട് ശിഷ്യന്മാരെയും പറഞ്ഞുവിട്ട് കർത്താവ് മലമുകളിൽ പ്രാർത്ഥിക്കാനായി പോയി. രാത്രിയുടെ 4-ാം യാമം വരെ കർത്താവ് മലമുകളിൽ ഒറ്റയ്ക്കായിരുന്നു. അഥവാ രാത്രിയിലെ 3 യാമങ്ങൾ കർത്താവ് തൻ്റെ പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 9 മണിക്കൂർ സമയം തൻ്റെ പിതാവിനോട് കർത്താവ് സംസാരിച്ചു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത, ദൈവത്തിൻ്റെ പദ്ധതിയല്ലാത്ത ഓഫറുകൾ എൻ്റെയും നിങ്ങളുടെയും മുൻപാകെ വന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ഇത് തന്നെ. പുരുഷാരത്തിനിടയിൽ നിൽക്കാനുള്ള പ്രലോഭനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒറ്റയ്ക്ക് മലമുകളിലേക്ക് പോവുക. കർത്താവിനോടൊപ്പം, പിതാവിനോടൊപ്പം ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുക. എന്തിനാ? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവഹിതം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ. സഹോദരങ്ങളെ, വളരെ തിരക്ക് പിടിച്ച ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വേഗതയേറിയ ലോകത്തിലാണ് ജീവിക്കുന്നത്. തിരക്കുകൾക്കിടയിൽ പല സമയത്തും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒഴിവാക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. പലപ്പോഴും 10 മിനിറ്റ് പ്രാർത്ഥന കൊണ്ട്, 15 മിനിറ്റ് പ്രാർത്ഥന കൊണ്ട് ദിവസം പ്രതിയുള്ള നമ്മുടെ ആത്മീക ബന്ധം കർത്താവിനോടുള്ളത് അവസാനിപ്പിക്കുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ ദൈവഹിതം തിരിച്ചറിയണമെങ്കിലേ ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്തേ പറ്റൂ. കർത്താവ് ഏകദേശം 9 മണിക്കൂർ സമയം തൻ്റെ പിതാവിനോട് സംസാരിച്ചു.
കർത്താവിന് ബോറടിച്ചില്ല. നമുക്ക് പലപ്പോഴും 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബോറടിക്കുക. 10 മിനിറ്റ് അപ്പുറത്തേക്ക് നമ്മുടെ പ്രാർത്ഥന നീങ്ങുന്നില്ല. പല സമയത്ത് നമുക്ക് ഉറക്കം വരിക. പ്രാർത്ഥന അവസാനിപ്പിച്ച് എത്രയും വേഗം കിടക്കുക നമ്മൾ. പക്ഷെ 9 മണിക്കൂർ പ്രാർത്ഥനയിൽ പിതാവിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തിട്ടും കർത്താവിന് ബോറടിച്ചില്ല പ്രിയമുള്ളവരെ. ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ എളുപ്പ വഴികളില്ല, കുറുക്കു വഴികളില്ല. പലപ്പോഴും ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് ദൈവത്തോടൊപ്പം ഇരിക്കാനായിട്ട് കഴിയാത്തതുകൊണ്ട് നമ്മൾ കുറുക്കു വഴികൾ തേടുന്നവരാ. ഏതെങ്കിലും പ്രവാചകനെ ഫോൺ ചെയ്ത് ചോദിക്കും, എന്താ ദൈവഹിതം? പ്രവാചകൻ ഇപ്പം പ്രാർത്ഥിച്ചിട്ട് മറുപടി പറയണം. പ്രവാചകന്മാരോട് ഞാൻ എതിരല്ല, പക്ഷേ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയാൻ നീ ദൈവസന്നിധിയിൽ ഇരുന്നേ പറ്റൂ. ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്ന സമയത്ത്, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന സമയത്ത് 10 മിനിറ്റിനുള്ളിൽ 15 മിനിറ്റിനുള്ളിൽ പക്ഷെ ദൈവഹിതം വെളിപ്പെട്ടില്ല എന്ന് വരാം. പകൽ മുഴുവൻ ശുശ്രൂഷയുണ്ടായിരുന്ന കർത്താവിന്, ഇത്രയേറെ തിരക്കുണ്ടായിരുന്ന കർത്താവിന് മണിക്കൂറുകൾ പിതാവിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനേക്കാൾ തിരക്കുള്ളവരല്ല നമ്മളാരും. ദൈവഹിതം തിരിച്ചറിയാൻ നമ്മൾ വില കൊടുക്കേണ്ടതുണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടത് പണമല്ല, ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. ദൈവത്തിന് പണം കൊടുക്കാൻ നമ്മൾ പലരും വളരെ സന്തോഷമുള്ളവരാ. നല്ല കാര്യമാണ്, കൊടുക്കണം. പക്ഷേ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ദൈവപാദപീഠത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്കറിയാം, ശിഷ്യന്മാരോട് പല സമയത്തും കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവർ ഉറങ്ങിപ്പോയി. മറുരൂപമലയിൽ അവർ ഉറങ്ങിപ്പോയി, ഗത്ശമന തോട്ടത്തിൽ ഉറങ്ങിപ്പോയി. നമ്മളും പലപ്പോഴും ഉറങ്ങിപ്പോകാറുണ്ട്. പക്ഷേ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ മറ്റു വഴികളില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിലെ ബീഹാറിൽ ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് കടന്നുപോയത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഒരു കൊച്ചു മീറ്റിങ്ങിൽ, വളരെ കുറച്ച് ആളുകളുള്ള ഒരു വീട്ടുപ്രാർത്ഥനയിൽ ദൈവവചനം സംസാരിക്കാനായി ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ദേശത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ, ഇന്ത്യ മിഷൻ എന്ന മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ റിജി എബ്രഹാം, അദ്ദേഹം എന്നോട് മലയാളത്തിൽ പറഞ്ഞു, അച്ഛാ, അവിടെ ഇരിക്കുന്ന ഒരാളെ കാണിച്ചിട്ട് പറഞ്ഞു, ആ പ്രായമുള്ള മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ പറയല്ലേ കേട്ടോ അവസാനം. സാധാരണ ആരോടെങ്കിലും പ്രാർത്ഥിക്കേണ്ട ആളുടെ കാര്യമാണ് പറയുന്നത്, ഇത് പ്രാർത്ഥിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പ്രസംഗിച്ചു. പ്രസംഗാനന്തരം മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥന അവസാനിപ്പിച്ച്, മീറ്റിംഗ് അവസാനിപ്പിച്ച് തിരിച്ചു പോരുന്ന വഴിയിൽ ഞാൻ റിജിയോട് ചോദിച്ചു, എന്താ ദൈവാസനെ അങ്ങനെ പറഞ്ഞത്? ആ മനുഷ്യനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത് എന്ന് എന്നോട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 1.5 മണിക്കൂറിൽ കുറയാതെ പുള്ളി പ്രാർത്ഥിക്കും. അതിനിപ്പുറം നിർത്തത്തില്ല. നമുക്ക് സമയത്തിന് വീട്ടിൽ പോകാനൊക്കത്തില്ല. അത് കഴിഞ്ഞ് ഒരു വാക്കും കൂടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനറിയാമോ, ആ മനുഷ്യൻ ഒരു സാധാരണ കൃഷിപ്പണിക്കാരനാണ്. രാവിലെ പാടത്ത് പണിയെടുക്കാൻ പോവും, വൈകുന്നേരം വന്ന് കുളിച്ച് അല്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലെ ഉൾമുറിയിൽ താൻ മുട്ടിന്മേൽ നിൽക്കും. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ വരെ ആ മനുഷ്യൻ പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, എനിക്കൊരു ഞെട്ടലായിരുന്നു അത്.
ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തോടുള്ള സംസർഗം, അതിൻ്റെ ആഴം, അതിൻ്റെ മാധുര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് സന്തോഷകരമായി തോന്നുകയുള്ളൂ. പ്രിയനോടൊപ്പമുള്ള സമയം ആസ്വാദ്യമാകണമെങ്കിൽ അവനോടുള്ള ബന്ധം ആഴത്തിലുള്ളതാകണം. അങ്ങനെ അവൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവരോടാണ് അവൻ തൻ്റെ ഹൃദയം പകരുന്നത്. അവരോടാണ് അവൻ തൻ്റെ ഇഷ്ടങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് പിശാചിൻ്റെ പദ്ധതികൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നതും. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അത് നമുക്കും കൂടെയുള്ള പ്രബോധനമാണ്. ദൈവഹിതം തിരിച്ചറിയാൻ, പിശാചിൻ്റെ കണികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം എനിക്കും നിങ്ങൾക്കും വെച്ചിട്ടുള്ള മഹത്തരമായ ദൈവിക പദ്ധതികളിലേക്ക് നടന്നെടുക്കാൻ കുറുക്കു വഴികളില്ല. പ്രിയമുള്ളവരെ, ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുവാണ്. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല
തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നല്ലൊരു അർത്ഥവത്തായ മെസ്സേജ് കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ പാസ്റ്റർ ഡാനിയൽ വില്യംസിനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവം വരും ദിവസങ്ങളിലും ഇനിയും അധികം ശക്തിയോടെ കർത്താവിൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വചനത്തിൽ കൂടി കേട്ടത് പ്രകാരം ദൈവസന്നിധിയിൽ സമയത്തെ ചെലവഴിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തി മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്നുള്ളത് തിരിച്ചറിയുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ ചില ലൂക്രേറ്റീവ് ഓഫറുകളോ ചില പൊസിഷൻസോ ഒക്കെ വരുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് അതിലേക്ക് പോകുവാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെങ്കിൽ ഇന്ന് കേട്ടത് പ്രകാരം ചില കാര്യങ്ങളോട് നമുക്ക് നോ പറയുവാൻ സാധിക്കണം. നേരെ മറിച്ച് ആ സമയം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുവാൻ, ദൈവമേ നിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ എന്തെന്നുള്ളത് നീ തന്നെ വെളിപ്പെടുത്തി തരണമേ എന്ന് അറിയുവാൻ ഉള്ളൊരാഗ്രഹത്തോടെ, വാഞ്ചയോടെ ഈ ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള പ്ലാൻ എന്തെന്നുള്ളത് തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അധികം ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും. ഒന്നാമത് കേട്ട മെസ്സേജും രണ്ടാമത് കേട്ട മെസ്സേജും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരുന്ന് ചില സമയങ്ങളെ ചെലവഴിക്കുവാൻ ഈ വരും ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മീറ്റിംഗ് അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ A.T. ജോസഫ് അവരുകളെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആശീർവാദത്തോടെ അവസാനിപ്പിക്കേണ്ടതിനായി മുന്നോട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. ദൈവം നമ്മളെ ഏവരെയും അത്യധികം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പകലും വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിപ്പാനും ഒക്കെ ദൈവം സാവകാശം തന്നല്ലോ. ഈ പ്രത്യേക സന്ദർഭങ്ങൾ അതിവിദഗ്ധമായിട്ട് ഒരുക്കുന്ന, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന, അത്യധ്വാനം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. ഈ ഒരാഴ്ച ദൈവം നമ്മെ അനുഗ്രഹമായിട്ട് നടത്തട്ടെ. കേട്ട വചനങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് പകലും വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ വചനം ധ്യാനിപ്പാനൊക്കെ ദൈവം സാവകാശങ്ങൾ തന്നല്ലോ. ഞങ്ങളുടെ കർത്താവ് എത്ര വലിയവനാണ്. അപ്പോൾ അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ കരുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് പകൽ ഈ യോഗത്തെ ലീഡ് ചെയ്ത ദേവദാസനെ അനുഗ്രഹിക്കണമേ. ഗാന ശുശ്രൂഷകൾ നിർവഹിച്ച പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമേ. വചനം ശുശ്രൂഷിച്ച ദേവദാസന്മാർക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ആലോചനകൾ കർത്താവെ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകയാൽ ആ വചനത്തിൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലല്ലോ. താവെ, മാറ്റമില്ലാത്ത ആലോചനകൾ അറിയിക്കുവാൻ അങ്ങയുടെ ദാസന്മാരെ നീ ശക്തീകരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരെയൊക്കെയും അവരുടെ ശുശ്രൂഷകളിൽ ദൈവം പിന്നെയും ഉപയോഗിക്കണമേ. കർത്താവെ, മെൽബണിലുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അവരുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നു. അവരെയൊക്കെയും കർത്താവ് സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് മഹാമാരി ലോകത്തിൽ നിന്ന് മാറിപ്പോകേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് അരുളി ചെയ്ത ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കർത്താവെ തൻ്റെ ജനത്തെ അവിടുന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി ചർച്ചിലുള്ള കർത്താവെ എല്ലാ സഹോദരിമാർക്കായി സ്തോത്രം, സഹോദരന്മാർക്കായി സ്തോത്രം.
കർത്താവേ, യുവതിവാക്കന്മാർക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, പ്രായമുള്ള മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നു, അവരെയൊക്കെയും കർത്താവെ സൂക്ഷിക്കണമേ. സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, കർത്താവെ മുതിർന്ന സഹോദരങ്ങൾ, വിവിധ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെയൊക്കെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെയൊക്കെ ശക്തീകരിക്കണമേ. സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, അനേക ആത്മാക്കൾ വിടുവിക്കപ്പെട്ട് കടന്നു വരുവാൻ ദൈവം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം അടിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കണമേ. കർത്താവേ, നിന്റെ ജനത്തിൻ്റെ അതേ എല്ലാ ആവശ്യങ്ങളും ജീവനും ഭക്തിക്കും വേണ്ടത് ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. ഇങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സമാധാനവും നാം ഏവരോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ഒന്നിച്ചു പറയാം, വരണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.